ഇനി നീ എന്നെ വിളിക്കണ്ട, ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല, നീ എന്നെ വിളിക്കേ വേണ്ട. രണ്ടുപേരെയും ഹാപ്പി ആക്കാനുള്ള എഫേർട്സിൽ ഇങ്ങനെ മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയണം, ദിസ് ഇസ് നോട്ട് നോർമൽ. നോർമലി ഒരു മനുഷ്യൻ ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യുക. എന്ത് ചെയ്തു, ഓടിപ്പോയി ബാത്റൂമിൽ ഡോർ അടിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ കേസ് ഡയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാരേജ് എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത സ്വഭാവമായിരിക്കും, രണ്ട് വ്യത്യസ്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ ഡീല് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡീല് ചെയ്യുന്ന കാര്യങ്ങൾ ഇമോഷൻസിന് അവർ ഡീല് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിൽ വലിയൊരു പങ്കുണ്ട് ഒരു റിലേഷൻഷിപ്പ് തകരാനും വളരാനും. ഹായ് ഓൾ, ഞാൻ അലീഷ യാസിൻ, അബ്സല്യൂട്ട് മില്ലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഡോക്ടർ സൂയി ജോൺസൺ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു മാരേജ് ബിൽഡ് ആവുന്നത് ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്നുള്ളതിൽ നിന്നല്ല. പക്ഷേ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പങ്കാളികളിലെ രണ്ട് വ്യക്തികൾ അവർ പരസ്പരം ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ഇമോഷണൽ സെക്യൂരിറ്റിയിൽ നിന്നാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ ഇമോഷണൽ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ നമുക്കൊരു പങ്കാളിക്ക് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി നമുക്ക് അനുഭവിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒന്നും പറ്റാതിരുന്നാൽ എന്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ പരസ്പരം പലപ്പോഴും പറയാറുണ്ട് പങ്കാളികളുടെ അടുത്ത്, നീ എന്നെ മനസ്സിലാക്കുന്നില്ല, നിനക്ക് എൻ്റെ വിഷമമൊന്നും മനസ്സിലാവില്ല, നീ എന്താ ഇങ്ങനെ, ഞാൻ വിഷമിക്കുന്നതൊന്നും എന്താ നിനക്ക് കാണാൻ പറ്റാത്തതെന്നൊക്കെ നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് കേട്ട് വന്നിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മളുടെ ഇമോഷൻസിന് അവർ മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, കണ്ടില്ല എന്നടിക്കാന്നൊക്കെ തോന്നുമ്പം പലപ്പോഴും പല സ്ത്രീകളിൽ കൂടുതലായിട്ട് നമ്മളത് പൊട്ടിത്തെറിക്കുന്ന പോലെ, പ്രശ്നം ഉണ്ടാക്കുന്ന പോലെ, അടി ഉണ്ടാക്കുന്ന പോലെയൊക്കെ കാണാറുണ്ട്. എന്തായിരിക്കും ഇവർ ഈ രീതിയിൽ പെരുമാറുന്നത്? അത് വളരെ നോർമലായിട്ടുള്ള സാധനമാണോ, അല്ലെങ്കിൽ നോർമാലിറ്റിയിൽ നിന്ന് ചെറിയ രീതിയിൽ മാറി നിൽക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ഇന്നത്തെ കേസ് ഡയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അവർ കല്യാണം കഴിക്കാം, ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് തീരുമാനത്തിലേക്ക് എത്തണം. എന്തായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം സുഹൃത്തുക്കളായിരുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിരിക്കും, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സോ കോൾഡ് വൈഫാകാൻ പോകുന്ന ആളെ അപ്രോച്ച് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഇവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മളുടെ നീഡോ നമ്മളുടെ പ്രയോറിറ്റീസ് ഒന്നും ആരിലും അടിച്ചേൽപ്പിക്കില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു യൂണിവേഴ്സാണ്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പറയുന്ന കുട്ടി വളരെ ആക്റ്റീവായിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യാനും ഓടി നടക്കാനും ഭയങ്കര ഉഷാറായിട്ടുള്ളൊരു കുട്ടിയാണ്. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉഷാറും ഈ ഒരു എക്സ്ട്രോവേർട്ടിസം എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഏതൊരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഓടിച്ചല്ല, എന്ത് പറഞ്ഞാലും നെവർ മൈൻഡ്, അതൊന്നും കുഴപ്പമില്ല, അതെനിക്ക് മനസ്സിലാകുന്നൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാണ്, ആ ഒരു സ്വഭാവം കണ്ടിട്ടാണ് ഈ പറയുന്ന സോ കോൾഡ് നമ്മുടെ ഹസ്ബൻഡ് ഈ കുട്ടീനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ഇവർ അപ്രോച്ച് ചെയ്തു, ഹാപ്പിയായി, സമ്മതിച്ചു, വീട്ടിലൊക്കെ പറഞ്ഞു. ഓക്കെ, ഇവർ കല്യാണം കഴിച്ച ആദ്യത്തിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നിങ്ങൾക്കറിയാം ആ ഹണിമൂൺ ഫേസ് എന്നൊക്കെ നമ്മൾ പറയും. ഈ ഒരു ഹണിമൂൺ ഫേസിൽ വളരെ ഹാപ്പിയായി ഇവർ ട്രിപ്പൊക്കെ പോയി. ഏകദേശം ഒരു 20 to 25 ഡേയ്സ് ഇവർ രണ്ടുപേരും കൂടെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഈ സോക്കോൾഡ് ഹസ്ബൻഡ് എന്ത് ചെയ്യാണ്, ലീവ് എടുക്കുകയാണ്. വൈഫിന് ജോലിയൊന്നും ആയിട്ടില്ല, ആൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീവൊക്കെ എടുത്ത് ഫുൾ 24/7 വൈഫിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവർ ഭയങ്കര ഹാപ്പിയാണ്, എക്സ്ട്രീംലി ഹാപ്പി. ഇപ്പോൾ വൈഫ് ഇയാൾ കുറച്ച് ഫുഡിയൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യും, വൈഫ് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇയാൾക്ക് ഉണ്ടാക്കി കൊടുക്കും. ഈ ആൾക്ക്, അതായത് സോക്കോൾഡ് വൈഫിന് കുഞ്ഞു ഗിഫ്റ്റ്സും കാര്യങ്ങളും സർപ്രൈസൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കൂടെ ഈ സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. രണ്ടുപേരെയും ഹാപ്പി ആക്കാനുള്ള എഫേർട്സിൽ ഇങ്ങനെ മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ലൈഫിൻ്റെ ഫേസൊക്കെ മാറി തുടങ്ങി, കുറച്ചും കൂടെ സീരിയസ് ആവാൻ തുടങ്ങി. ഇയാൾ ബാക്ക് ടു നോർമൽ ജോലിയിലേക്ക് തിരിച്ചു പോയി. ഈ പറയുന്ന കുട്ടിയാണെങ്കിൽ സ്റ്റഡീസിലേക്ക് കുറച്ചും കൂടെ ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്ത്, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ നോക്കിയിട്ട് ഒരു ജോബിലേക്കൊക്കെ പോകാമെന്നുള്ള രീതിയിലാണ് ഈ കുട്ടിയും വിചാരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ലൈഫിൽ ബിസിയായി ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഒബ്വിയസ്ലി ലൈഫിൻ്റെ സീരിയസ് ഫേസ് തുടങ്ങുമ്പോൾ ഈ പറയുന്ന പോലെ സ്ട്രെസ്സ്, അതുപോലെ തന്നെ വർക്ക് സ്ട്രെസ്സ്, ഫാമിലീൻ്റെ സ്ട്രെസ്സ് എല്ലാം കൂടും. അപ്പോൾ ഇതൊക്കെ ആരാ മാനേജ് ചെയ്യേണ്ടത്? ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒരാൾ മാത്രം ആവുമ്പോഴാണ് പ്രശ്നം കൂടുതൽ വഷളാവുക. അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ തിരക്കുകളും പെൻഡിങ് വർക്ക്സും കാര്യങ്ങളൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ ആൾ കുറച്ച് അധിക സമയം ഓഫീസിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരു 9 to 5 ജോബാണെങ്കിൽ ഒരു 7 വരെയൊക്കെ ആളെന്ത് ചെയ്യും, ഓഫീസിലിരിക്കും, എന്നിട്ട് ലേറ്റ് ആവും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ഒരു ഓവർ ടൈം 1, 2, 3 ദിവസങ്ങളിലേക്ക് കൂടാൻ തുടങ്ങിയപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. ഇവൾക്കത് അങ്ങോട്ട് സഹിക്കാനങ്ങോട്ട് പറ്റണില്ല. ഇവളെപ്പോഴും എന്താ പറയുക, നിങ്ങളെന്താ വരാത്തത്,
വരാത്തതെന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഇവനൊരു സ്ട്രെസ്സായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു ഡേറ്റിന് പ്ലാൻ ചെയ്ത സമയത്ത് ഇവനൊരു ഹാഫ് ആൻ അവർ ലേറ്റായിപ്പോയി. ഈ ഹാഫ് ആൻ അവർ ലേറ്റായി വീട്ടിൽ ഇവൻ ഇൻഫോം ചെയ്തു ഞാൻ ലേറ്റ് ആവുന്നൊക്കെ. പക്ഷേ ഇൻഫോം ചെയ്തത് മുതൽ ഈ കുട്ടി ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇവൻ ഭയങ്കര സ്ട്രെസ്സായി, വർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഓടിക്കളിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ആൾ ഭയങ്കര പ്രശ്നമായിട്ട് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്താ പറ്റിയ, നിനക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, എൻ്റെ ഇമോഷൻസിനെ നീ കൺസിഡർ ചെയ്യുക പോലും ചെയ്യുന്നില്ല, നിനക്ക് ഞാനെന്ന് പറയുന്നത് നിൻ്റെ ലൈഫിലൊരു ഭാഗമേ അല്ല, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞാൻ ഇങ്ങനത്തെ ഒരാളെയൊന്നും ആയിരുന്നില്ല പ്രതീക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അത്രമാത്രം വലിയൊരു സംഭവമൊന്നും അവൻ ചെയ്തിട്ടില്ല. അവൻ്റെ സൈഡിൽ നിന്ന് അവൻ എന്താ ചെയ്ത്, അരമണിക്കൂറുള്ള വർക്കും കൂടെ തീർത്തിട്ട് വന്നാൽ കുറച്ചും കൂടി ഹാപ്പി ആയിട്ട്, എന്താ പറയുക, കുറച്ചും കൂടെ സമയം റിലാക്സ്ഡ് ആയിട്ട് ഈ കുട്ടിയുടെ കൂടെ നിൽക്കാമെന്ന് മാത്രമേ അവൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസത്തെ ഡേറ്റ് അല്ലേ, ഇവൻ ഈ അരമണിക്കൂർ മാറ്റി വെച്ചുകൂടായിരുന്നു എന്നുള്ളൊരു സാധനമാണ്. അപ്പം ഈ ഒരു സാധനം ഇത്ര പ്രശ്നമാകാൻ തുടങ്ങിയത് കുറച്ച് ദിവസം മുന്നേ ഇവൻ ഇങ്ങനെ ലേറ്റ് ആവുന്നതും ഇവന് കോൾസ് എടുക്കാൻ പറ്റാത്തതൊക്കെ ഇവള് കൂട്ടി വെച്ചിട്ട് ഇവള് പറയണത് എന്താണ്, ഇവൻ ഇഷ്ടമല്ല, ഇവന് പ്രയോറിറ്റി തരുന്നില്ല, ഇവൻ എന്നെ വേണ്ടാന്നൊക്കെയാണ്. അങ്ങനെ ഒരുവിധം അവനതൊക്കെ പറഞ്ഞ് റെഡിയാക്കി ഡേറ്റിനെ കൊണ്ടുപോയി. പക്ഷേ ഭയങ്കര ഒരു ഗ്ലൂമി ആയിട്ടുള്ള, ഭയങ്കര ഒരു സുഖമില്ലാത്തൊരു മരിച്ച വീട് പോലത്തെ ഒരു ഡേറ്റ് ആയിരുന്നു എന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഭയങ്കര, അതായത് അവളൊന്നും മിണ്ടുന്നില്ല, അവനാണെങ്കിൽ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, അവനെന്തോ വലിയ തെറ്റ് ചെയ്തിട്ട് അവൾ അത് ഓക്കെ അവൻ്റെ സമാധാനത്തിന് വന്ന പോലെയുള്ള രീതിയിലാണ് അവളെ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞ് ഇതുപോലെ സിമിലർ ആയിട്ട് ഒരു ദിവസം ഇവളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഇവന് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇനി നീ എന്നെ വിളിക്കേണ്ട, ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല, നീ എന്നെ വിളിക്കേ വേണ്ട, ഇനി ഇങ്ങനത്തെ ഒരു രീതിയിൽ നീ ഫോൺ എന്നെടുക്കാൻ പറ്റുന്നോ അന്ന് നീ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ അവനിങ്ങനെ വിചാരിക്കും, ഇവളെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഞാൻ കണ്ട ആൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ, വല്ലാത്തൊരു എന്താ പറയുക, ഒരു മനസ്സിലാവാത്ത, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാത്ത, അല്ലെങ്കിൽ റിയാലിറ്റിയെ മനസ്സിലാവാത്ത രീതിയിൽ എന്താ ഈ കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവൻ വിചാരിക്കുന്നത് എന്താ, അവൾക്ക് എന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടായിരിക്കുമെന്ന്. അങ്ങനെ അതും ഇവൻ എങ്ങനെയൊക്കെയോ സോൾവ് ചെയ്തു. അങ്ങനെ അതിനുശേഷം ഒരു ദിവസം ഇവരിങ്ങനെ വീട്ടിൽ ഒരു സൺഡേ ഇവരൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചായിട്ടല്ലേ ഉള്ളൂ, ഒരു 5-6 മാസം ആവുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, ഇവരെ കൂടെ പഠിച്ചിരുന്ന കൂടുതൽ ഇവൻ്റെ ഗ്രാജുവേഷൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സമയത്തുണ്ടായിരുന്ന ഫ്രണ്ട്സാണ് വരുന്നത്. അപ്പോൾ ഇവർ സർപ്രൈസ് ആക്കി അങ്ങോട്ട് വന്നു. ഇത് വന്ന സമയത്ത് ഇവള് മുഖമൊക്കെ ശരിക്കും നമ്മൾ പറഞ്ഞാൽ മുഖമൊക്കെ വീർപ്പിച്ച് കനപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇവർ കിച്ചണിലേക്ക് പോയ സമയത്ത് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെന്തിനാണ് അവരെ വിളിച്ചത്, നിങ്ങളെന്തിനാണ് അവരോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ലേ നമ്മളെ ക്വാളിറ്റി ടൈമിലേക്ക് കാര്യം വിളിക്കേണ്ടെന്നൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അറിയില്ല, അവരെ വരുന്ന കാര്യം ഞാൻ അറിയില്ല, എന്തായാലും അവർ വന്നില്ലേ, നമുക്ക് അവരെ വെൽക്കം ചെയ്ത് വിടാം. അപ്പോൾ അവൾ പറയണം, എനിക്ക് അവരെ വെൽക്കം ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഉള്ളിൽ ദേഷ്യമാണ്, അവർ നമ്മളെ ക്വാളിറ്റി ടൈം അവർ ശരിക്കും നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഒരുവിധം ഡീൽ ചെയ്ത് വിട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോൾ അവൾ പൊട്ടിത്തെറിച്ചു. ആകെയുള്ളൊരു സൺഡേ ആണ്, ഇപ്പോൾ സമാധാനമായല്ലോ, നീയാണ് അവരെ വിളിച്ച് വരുത്തിയത്, എനിക്ക് ഉറപ്പാണ്, നീ മെസ്സേജ് അയച്ചു കാണും, നിങ്ങൾ വാ, എൻ്റെ സൺഡേ നമുക്ക് അടിച്ചു പൊളിക്കാമെന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടാവില്ല, അത് അവർ വരൂല എന്നൊക്കെ പറഞ്ഞ് ഇവക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവൻ ആകെ പാനിക്കായി. ഇവൻ എന്ത് ചെയ്തു, ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഈ പ്രശ്നം അധികം വഷളാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവൾ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു വഴക്കിട്ടതിന് ഇവൻ ഇറങ്ങിപ്പോയിന്ന്. അത് ഇവൻ രാത്രി ഇവളെ ഫോണിൽ മെസ്സേജ് കാണുകയാണ്. ഇത് കണ്ടപ്പം ഇവൻ ആകെ ഷോക്കായി. കാരണം ഇവൻ പ്രശ്നം അധികം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. അങ്ങനെ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഇവൾ എണീറ്റു. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ സ്പൈ വർക്ക് ചെയ്യാല്ലേ, നീ എന്നെ സംശയിക്കാല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൾ എന്ത് ചെയ്തു, ഓടിപ്പോയി ബാത്റൂമിൽ ഡോർ അടിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇതോടുകൂടെ അവൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇവളുടെ ബിഹേവിയേഴ്സ് ഒന്നും ഇവന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവൻ ആകെ ടെൻസ്ഡായി. ആദ്യം ഇവനൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, റെഡി ആയിക്കോളും, അവന് കുറച്ച് എന്താ പറയുക, നീ റിലാക്സ് ആയി ശരിയാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ടൊന്നും ഇവൻ്റെ കാര്യമൊന്നും റെഡി ആവുന്നില്ല. അങ്ങനെയാണ് അവൻ എൻ്റെ അടുത്ത് വരുന്നത്. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ തെറ്റാണെന്ന് അറിയില്ല, അവളുടെ തെറ്റാണെന്ന് അറിയില്ല, എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സമാധാനവും സന്തോഷവും ഇല്ല, ഞാൻ ദിവസവും ടെൻഷൻ അടിച്ചിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്, ഇന്ന് ഇനിയിപ്പോൾ എന്താവും, നാളെ ഇനിയിപ്പോൾ എന്താവും, എൻ്റെ ഈ ഒരു ആക്ഷൻ എങ്ങനെയാണ് അവളെ ബാധിക്കുക, ഞാനിത് പറയാൻ പറ്റുമോ, ഇനി എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വരാൻ പറ്റുമോ, ഇതൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നമൊന്നുമില്ല, ജീവിതത്തിൻ്റെ തുടക്കം മുതലേ പ്രശ്നമാണ്, അവൾ ഒരു കാര്യബോധമൊക്കെ ഉള്ള ഒരാളൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്, എന്നെ അവളെക്കാൾ മനസ്സിലാക്കാൻ ആർക്കും പറ്റൂലായിരുന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ കല്യാണം കഴിച്ചത്, ഇപ്പം അവൾക്ക് നല്ല
ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, എനിക്ക് ഞാനായിട്ട് ആ വീട്ടിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് അവൻ പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നീ വൈഫിനെ കൊണ്ടുപോകാം, നമുക്ക് നോക്കാം. അപ്പോൾ വൈഫിനെ കൊണ്ടുവന്ന സമയത്ത് ഇത് മാത്രമേ പറയുള്ളൂ, അവൻ എന്നെ സ്നേഹിക്കുന്നില്ല, അവൻ എന്നെ ഇഷ്ടമല്ല, അവന് പ്രയോറിറ്റി തരുന്നില്ല, അവൻ ഒരിക്കലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല, അവനെ ചതിച്ചതാണ്, അവൻ്റെ ഫ്രണ്ട്സാണ് വലുത്, അവൻ്റെ ഫാമിലിയാണ് വലുത്, അവൻ്റെ ജോബാണ് വലുത്, ഇതൊക്കെയാണ് അവളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ സിംറ്റംസ് ഒക്കെ നോക്കും. നമ്മൾ എല്ലാവരും ഓരോ സംസാരിക്കുന്ന സമയത്ത് ഓരോ സംസാരം മാത്രമല്ല കേൾക്കുക, നമ്മൾ അവരുടെ സംസാരത്തിനുള്ളിലൂടെ സഞ്ചരിച്ചാലേ നമുക്ക് ഈ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നി ആ കുട്ടിക്ക് ഒരു ബോർഡർ ലൈൻ ട്രെയ്റ്റ് ഉള്ളതുപോലെ. ബോർഡർ ലൈൻ ട്രെയ്റ്റ് എന്ന് പറയുമ്പം ഈ ബോർഡർ ലൈൻകാർക്ക് അതൊരു പേഴ്സണാലിറ്റിയിലുള്ള വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ബോർഡർ ലൈൻകാർക്ക് എപ്പോഴും എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു ചാടിയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. അവർ ശരിക്കും നമ്മൾ പറയും EQ IQ, അതായത് ഇൻ്റലിജൻസ് കോഷൻ, അതായത് നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ EQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ കോഷൻ, അതായത് നമ്മൾ ഇമോഷൻസിന് വികാരത്തിൻ്റെ പേരിലാണ് നമ്മൾ ചിന്തിക്കുക. അപ്പം ഈ ബോർഡർ ലൈൻകാർക്ക് ഇമോഷൻസ് ആയിരിക്കും കൂടുതൽ. ഇവരെന്ത് തീരുമാനം എടുക്കുമ്പോഴും വികാരത്തിൻ്റെ പുറത്താണ് തീരുമാനം എടുക്കുക. അപ്പം ഈ IQ കൂടുതലുള്ള ആൾക്കാർക്ക് ഒരിക്കലും EQ കൂടുതലാവില്ല, അത് കുറവായിരിക്കും. നേരെ മറിച്ച് EQ കൂടുതലുള്ള ആൾക്കാർക്ക് IQ കുറവായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ അവരുടെ ഒരു ഇൻസിഡൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ലേറ്റായി, ഓക്കെ അവൻ ലേറ്റായത് വർക്കുള്ളത് കൊണ്ടാണ്, വർക്കൊക്കെ തീർത്ത് വന്നാൽ ഓക്കെ ശരിയാവും എന്ന് ഒന്നെങ്കിൽ അവളെ മനസ്സിലാക്കും. അവൾക്ക് ഈ ബോർഡർ ലൈൻ ട്രേറ്റ് ഇല്ലെങ്കിൽ അവൻ പറഞ്ഞു കൊടുത്താലെങ്കിൽ അവൾക്ക് മനസ്സിലാവും. പക്ഷേ ബോർഡർ ലൈൻ ട്രേറ്റ് ഉള്ള ആൾക്കാർക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെ സൈഡ് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ സൈഡ് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയും. അതായത് ഇവൻ ഇറങ്ങിപ്പോയത് ഇവള് കാരണമാണെന്ന് ഇവർക്ക് അറിയെങ്കിലും അച്ഛനും അമ്മനെ വിളിച്ചിട്ട് ഇവിടെ എന്താ പറഞ്ഞത്, അവൻ ഇറങ്ങിപ്പോയി വഴക്കിട്ടിട്ട് അവൻ എന്നെ വേണ്ടാന്ന്. അതേപോലെ തന്നെ കണ്ടതിന് മറ്റു കാര്യങ്ങളായിട്ട് പറയും. അതായത് സ്പൈ വർക്ക് ചെയ്യും, നിനക്കെന്നെ സംശയമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമ്പൾസീവായിട്ട് എടുത്തു ചാടി സൂയിസൈഡൽ അറ്റംപ്റ്റ് ഒക്കെ ഇവർ നടത്തി. അപ്പോൾ ഇതൊക്കെ ഒരു ബോർഡർ ലൈൻ ട്രേറ്റിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ വർഷങ്ങളുടെ കൗൺസിലിംഗ് മേഖലയിലെ പരിചയവും കേരളത്തിൽ തന്നെ ഒന്നാമതായും നിൽക്കുന്ന സൈക്കോളജിസ്റ്റുകളുടെ സേവനം അബ്സല്യൂട്ട് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ഓഫ്ലൈൻ കൗൺസിലിംഗ് സെന്ററുകളിലെത്തി സൈക്കോളജിസ്റ്റുകളെ നേരിട്ട് ലഭ്യമാക്കുന്നതിനും ഓൺലൈൻ ബുക്കിങ്ങിനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കൂടാതെ സംശയങ്ങൾ പരിഹരിക്കാനും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അബ്സല്യൂട്ട് മൈൻഡ്, എ കംപ്ലീറ്റ് കെയർ ഫോർ യുവർ മൈൻഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്ക് ബോർഡർ ലൈൻ ട്രേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറ്റൂല, ഒരു കപ്പിൾ തെറാപ്പി മാത്രം പറ്റൂല, ആദ്യം ആളെ റെഗുലേറ്റ് ചെയ്യണം, റെഡി ആക്കണം. ഈ ഇമോഷൻസ് ഇങ്ങനെ ഗ്രാഫ് പോലെ മേലെ പോയി താഴെ പോയി കളിക്കും. അപ്പോൾ ഇതിന് നമ്മളൊരു നോർമൽ ആയിട്ടുള്ളൊരു ലെവലിൽ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഈ കുട്ടിക്ക് ഈ ചെക്കനോട് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്ന സമയത്ത് ആൾ ആദ്യം ഒന്ന് റാപ്പൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് റെഡിയാക്കി. ആൾ ഭയങ്കര ഒരു റിജക്ഷൻ, അതായത് ആൾക്ക് താല്പര്യമില്ല അടുത്ത് സംസാരിക്കാൻ. അതായത് അവനെന്തോ കുറ്റം പറഞ്ഞ് അവളെ നന്നാക്കാൻ കൊണ്ടുവന്ന പോലെയാണ് അവളുടെ ഒരു ഇരുത്തം. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ പറ എന്താണ് അവൻ്റെ അടുത്ത് എന്താ പോരായ്മ, നീ പറ, നമുക്ക് അവനെ പറഞ്ഞ് ശരിയാക്കാം. അപ്പോഴാണ് ആളൊന്ന് ആക്റ്റീവ് ആയത്. കാരണം ഈ ബോർഡർ ലൈൻകാർക്ക് കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ആൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ആളെ ശരിയാക്കാം. കാരണം എനിക്ക് ഒറ്റയടിക്ക് ആളുടെ അടുത്ത് നീ ആണ് ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ ഇതാണ് നിൻ്റെ തെറ്റാണ് ഇതിനൊക്കെ കാരണമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ ആൾ തെറപ്പി നിർത്തിപ്പോവും. അപ്പം നമുക്ക് അങ്ങനെയൊന്ന് കൺഫ്രണ്ട് ചെയ്യാം. അതായത് നമുക്ക് ഒറ്റയടിക്ക് അവരോട് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. ആദ്യം നമ്മൾ അവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കണം. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ചെറിയ പ്രശ്നമുണ്ട്, എൻ്റെ ഈ പ്രശ്നങ്ങളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ആൾക്ക് നമ്മൾ ചെറിയ രീതിയിൽ ഇൻസൈറ്റ് ഒക്കെ ബിൽഡ് ചെയ്തു, CBT ഒക്കെ ഉപയോഗിച്ച് ഇൻസൈറ്റ് ഒക്കെ ബിൽഡ് ചെയ്തു, അതായത് തിരിച്ചറിവൊക്കെ ഉണ്ടാക്കിയെടുത്തു. ശേഷം നമ്മൾ ചെറിയ അതായത് ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പിയാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് EUPD അല്ലെങ്കിൽ ബോർഡർ ലൈൻ ട്രേറ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുക. അപ്പം ഈ DBTയിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഇമോഷൻസിനെ ആദ്യം റെഗുലേറ്റ് ചെയ്യും. അതായത് ഈ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഓരോ സമയത്തും ഓരോ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ആ ഇമോഷൻസ് മേലെയും താഴെയായിട്ട് നിൽക്കുകയാണ്. ഇമോഷൻസ് കൂടി കഴിയുമ്പം ആ പ്രശ്നത്തിനെ നോർമലായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു എക്സ്ട്രീം ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഡീൽ ചെയ്യണം എന്ന് ആ കുട്ടീനെ ആദ്യം പഠിപ്പിച്ചു. അതിനുശേഷം ഒരു സ്ട്രെസ്ഫുൾ ഈവൻറ്റ്, അതായത്
പെട്ടെന്ന് ആ സോ കോൾഡ് ഫ്രണ്ട്സ് വന്നത് ആൾക്ക് ഒരു ഭയങ്കര ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയ ഒരു സമയമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ മറികടക്കാം, ഇതാണ് അടുത്തതായിട്ട് പഠിപ്പിച്ചത്. അങ്ങനെ ഇമോഷൻ റെഗുലേഷൻ, അതേപോലെ തന്നെ ഡിസ്ട്രസ് ടോളറൻസ്, ഇതൊക്കെ പഠിച്ച് പിന്നെ ഈ കുട്ടിക്ക് കുറച്ച് സ്കില്ലിൻ്റെ കുറവുണ്ട്, കുറച്ച് കഴിവ് കുറവുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഹസ്ബൻഡിനെ തഞ്ചത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിരിച്ച് കളിച്ച് റെഡി ആയിട്ട് നിൽക്കുക, ഈ സാധനങ്ങളൊക്കെ ആൾക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റും ആളിൽ നമ്മൾ ചെയ്തു. അതിനുശേഷം ഈ ഇമോഷണൽ റെഗുലേഷൻ, ഡിസ്ട്രസ് ടോളറൻസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവരുടെ കപ്പിൾ തെറാപ്പിയിലേക്ക് വന്നത്. അങ്ങനെ കപ്പിൾ തെറാപ്പിയിലേക്ക് വന്നപ്പം ഒന്നുമില്ല, ഹസ്ബൻഡിന് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ കുട്ടീൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവനിത് പറയുമ്പോൾ എങ്ങനെ ഇതിനോട് റിയാക്ട് ചെയ്യണമെന്ന് ആളെയും പഠിപ്പിച്ച് അങ്ങനെ നമ്മൾ ഈ ഒരു കപ്പിൾ തെറാപ്പി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് അവർ ഇവിടുന്ന് പോയത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-12 സെഷൻ്റെ മേലെ പോയി. ബട്ട് സ്റ്റിൽ അവർ ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ തെറപ്പി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് സെഷൻസ് വെക്കും. ഈ ഫോളോ അപ്പ് സെഷൻസിൽ ഇപ്പോഴും റെഗുലേറ്റ് ആയി പോകുന്നുണ്ടോ, ഈ സിംറ്റംസ് അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോഴും കാണിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോളോ അപ്പ് സെഷൻസ് വെക്കുക. അപ്പോൾ ഈ ഫോളോ അപ്പ് സെഷൻസിൽ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, മാം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ പഴയ സിമിലർ ആയിട്ടുള്ള ഈവൻറ്റ്സ് വന്നു കഴിഞ്ഞാലും ഒരേപോലത്തെ പണ്ട് നടന്ന അതേ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചാലും ആൾ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നാണ്. അപ്പം ശരിക്കും ആലോചിച്ച് നോക്ക്, ശരിക്കും ഒരു പുസ്തകത്തിൻ്റെ ആ പുറവും ഈ പുറവും പോലെയാണ് കാര്യങ്ങൾ മാറിയത് അല്ലേ. അപ്പം ഈ ഒരു വ്യക്തി പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു സൈക്കോതെറാപ്പിയിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിന് എങ്ങനെ എൻഡ് ആവുമായിരുന്നു. അപ്പോൾ നിങ്ങളും ആലോചിച്ച് നോക്കൂ, നിങ്ങളെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഉള്ളവരോ ഫാമിലിയിലോ ആർക്കും ആയിക്കോട്ടെ ഇങ്ങനത്തെ ഇമോഷണൽ ഡിസ്റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾ കാണും. അപ്പോൾ എപ്പോഴും ഇതൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബോർഡർ ലൈൻ്റെ ട്രേറ്റുകളാവും, അല്ലെങ്കിൽ EUPD അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ട്രേറ്റുകളാവും. അപ്പോൾ ഈ ട്രേറ്റുകൾ എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ. അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിലേ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ തുടക്കത്തിലേ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ സ്പോയിൽ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പങ്കാളികൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുപാട് ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ദിസ് ഇസ് നോട്ട് നോർമൽ. നോർമലി ഒരു മനുഷ്യൻ ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യുക. നോർമലി ഒരു ചെറിയ കാര്യത്തിൽ ഒരാളിങ്ങനെ പൊട്ടിത്തെറിക്കൂല. അപ്പോൾ ഇത് അവരിലേക്ക് നിങ്ങൾ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ പോലെ കൺവേ ചെയ്യുകയും പെട്ടെന്ന് തന്നെ തെറപ്പി എടുത്ത് അവരുടെ റിലേഷൻഷിപ്പ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയാം. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റട്ടെ. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇതുപോലെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ വർഷങ്ങളുടെ കൗൺസിലിംഗ് മേഖലയിലെ പരിചയവും കേരളത്തിൽ തന്നെ ഒന്നാമതായും നിൽക്കുന്ന സൈക്കോളജിസ്റ്റുകളുടെ സേവനം അബ്സല്യൂട്ട് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ഓഫ്ലൈൻ കൗൺസിലിംഗ് സെന്ററുകളിലെത്തി സൈക്കോളജിസ്റ്റുകളെ നേരിട്ട് ലഭ്യമാക്കുന്നതിനും ഓൺലൈൻ ബുക്കിങ്ങിനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കൂടാതെ സംശയങ്ങൾ പരിഹരിക്കാനും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അബ്സല്യൂട്ട് മൈൻഡ്, എ കംപ്ലീറ്റ് കെയർ ഫോർ യുവർ മൈൻഡ്.